അന്തരിച്ച കഥാകൃത്തും പത്രപ്രവർത്തകനുമായ ബാലകൃഷ്ണൻ മാങ്ങാട് അനുസ്മരണം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. അക്ബർ കക്കട്ടിൽ, KC നാരായണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രാദേശിക സ്വത്വം, പ്രാദേശിക ഭാഷാസ്വത്വം നമ്മുടെ ജീവിതത്തിന്റെ ഒരു നാട്ടു മുദ്രയുടെ നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു എഴുത്തുകാരനെ അയാളുടെ പ്രദേശത്തോടുകൂടി വേരോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ബാലകൃഷ്ണൻ മാങ്ങാടിനെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ആ മാങ്ങാട് എന്നുള്ള സ്വദേശം, ആ ദേശപ്പേരിന്റെ മുദ്രകളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അലിഞ്ഞു കിടക്കുന്നതായി. ഈ പുസ്തകം അറിയപ്പെടാത്ത ഈ അയൽക്കാർ എന്നുള്ള പുസ്തകം വാസ്തവം പറയുകയാണെങ്കിൽ ഈ 1970-കളിൽ കാസർഗോഡ് എന്നുള്ള പ്രദേശമാകട്ടെ, കാസർഗോഡ് എന്നുള്ള പ്രദേശത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന ഉപദേശങ്ങളാവട്ടെ, ഇതൊന്നും കേരള ബോധത്തിന്റെയോ കേരള പത്രപ്രവർത്തന പേജുകളുടെയോ തന്നെ മുഖ്യധാരയിലേക്കോ ഒന്നാം പേജുകളിലേക്കോ കടന്നു വരാത്തൊരു കാലത്താണ് ബാലകൃഷ്ണൻ ഒരു പ്രാദേശിക ലേഖകനായിട്ട്, മനോരമയുടെ പ്രാദേശിക ലേഖകനായിട്ട് ഇവിടെ ആരംഭിക്കുന്ന ആ സമയത്താണ് ഈ അരികുകളുടെ സത്യം നമ്മൾ പറയുന്നത്. അതായത് എല്ലാ ജീവിതത്തിന്റെയും ഏറ്റവും സംഘർഷഭരിതവും പാർശ്വവൽകൃതവുമായ സംഗതികളെല്ലാം സംഭവിക്കുന്നത് ഈ അരികുകൾ അതിർത്തികളിലാണ്. നമ്മള് ഇപ്പൊ പെരുങ്കളിയാട്ടം എന്നുള്ള TV കൊച്ചുബാബയുടെ നോവൽ ഇതുപോലെ അതിർത്തി പ്രദേശത്തിന്റെ കഥയാണ്. കൊഴിഞ്ഞമ്പാറ ചിറ്റൂർ, പാലക്കാടാണോ തമിഴ്നാടാണോ എന്ന് പറയാനറിയാത്ത രണ്ട് ഭാഷകളുടെയും രണ്ട് സാഹിത്യ സംസ്കാരങ്ങളുടെയും ഒക്കെ പൊതുവായ അരികിൽ കിടക്കുന്ന ജീവിതം. അവിടെ ഈ അരികുകളെല്ലാം വളരെയധികം ദാരിദ്ര്യത്തിന്റെയും പുറത്താക്കലിന്റെയും ഒക്കെ ഏരിയകൾ കൂടിയാണ്. ആ പെരുങ്കളിയാട്ടത്തിലെ ജീവിതത്തിന്റെ വേറൊരു രംഗമാണ് ഈ അയൽക്കാർ എന്നുള്ള ഈ പുസ്തകത്തിൽ കാണുന്നത്. അതിൽ മുതിർന്ന പത്രപ്രവർത്തകരായ KM അഹമ്മദ്, റഹ്മാൻ തായലങ്ങാടി, നാരായണൻ പെരിയ എന്നിവർ പ്രസംഗിച്ചു. ബാലകൃഷ്ണൻ മാങ്ങാട് രചിച്ച ആദിവാസികളെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പുനഃപ്രകാശനം എഴുത്തുകാരനും ഭാഷാപോഷിണി പത്രാധിപരുമായ KC നാരായണൻ നിർവഹിച്ചു.